അല്ലെങ്കിൽ ഞാനും വരാം തെയ്യത്തിന്. ആ അങ്ങനെയാണെങ്കിൽ ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടോ ഓൺലൈൻ. ശരി. നീ ധർമ്മടന്തുരത്തിൽ പോയിണ്ട? കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ പോയിട്ടേ ഉള്ളൂ. ആ ഞാനിപ്പം പോയിട്ട് കുറേ ആയി. ശനിയാഴ്ച തെയ്യം കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോയാലോ? വീട്ടിൽ നിന്ന് ചാടാനാന്ന് പാട്. എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ആന്റി. ആ അമ്മ. അങ്ങനെയാണെ ശനിയാഴ്ച പോയിക്കോട്ടെ എന്നാ. ആ എന്തേലും നേരത്തെ ചോദിച്ചില്ലേ പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യം? ഒന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടം, അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ എടുക്കാം. ഐറ്റിലിപ്പോ പോയിക്കോട്ടെ. ആരോ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി. ഇടുന്ന് തച്ചാ ശരിയാവില്ല, പുറത്തുനിന്ന് പിടിക്കാം അവരെ. പോവാ. ആ സുധാകരൻ്റെ പള്ളക്കിട്ടിട്ട് തുളസി 2 കൊടുത്തിട്ടുണ്ട്. ഓൻ 2 ദിവസത്തേക്ക് മൂത്രമൊഴിക്കില്ല.
ബന്ദ്രേട്ടാ മെല്ലനെ ഇറക്കിക്കോ. ആ ആ നോക്കി ആ കാലില് ബലം കൊടുക്കലടോ. നോക്ക്. ആ ഞൊണ്ടിക്കോ രണ്ടെണ്ണം കിട്ടിയപ്പോൾ സമാധാനായില്ലേ? ഞാൻ അപ്പോളേ പറഞ്ഞു അവിടെ പോണ്ടെന്നു. വടക്കേക്കാവിലെ തെയ്യത്തിന് ഇന്നേ വരെ ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ടോ കോയിന്നാട്ടാ? ഇവിടെ കാവും കളിയട്ടല്ല ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവരുടെ കൈമല അവര് തല്ലുണ്ടാക്കും. അതിന് ആടെ പോയി നമ്മൾ തല വെച്ച് കൊടുക്കണം. യോ ഇത് ബീക്കണ്ടല്ല, നോക്കട്ടെ. ഇല്ലപ്പാ, വെറുതെ പേടിപ്പിക്കല്ല. വെളിച്ചാവുമ്പോ ബട്ടനെടുത്ത് പോയി കാണിക്ക്. ഞാൻ എന്നാ വീട്ടിലേക്ക് പോട്ടെ. നീടെ പോ, നേടം പോണ്ട, ഇവിടെ കിടന്നായി. അമ്മായി ഞാൻ പോന്നേ. ആ ബന്ദ്രേട്ടാ. ആ കാല് സ്ലിപ്പായോണ്ടാ വല്ല ഓൻ്റെ ഒക്കെ. ഒന്ന് വെച്ചെന്നുണ്ടല്ലോ. 5-6 കൊല്ലം കുയിക്കളരിന്നും പറഞ്ഞ് നടന്നല്ലാടാ ഈ. എന്താടാ തെയ്യം നേരത്തെ കഴിഞ്ഞു? ഞാൻ പെട്ടെന്ന് വന്നു. The number you are calling is either unreachable or switched off at the moment. Please try again later. ചാടിക്കില്ല, ഒരു കാല് മെല്ലനെ. ഈട് നിക്ക്, ഒരു സെക്കൻഡ്. അയ്യോ, വാ. നോക്ക്. സ്വാമി നോക്കി. മെല്ലനെ. ആ ഉയിൻ്റെ പാ. ഓ കാലിൻ്റെ മുട്ടിലൊന്ന് വേന. ആ ആടെ കിടക്ക്. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ದೊರಕುತ್ತಿಲ್ಲ ಅಥವಾ ಸ್ವಿಚ್ ಆಫ್ ಆಗಿರಬಹುದು. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട. ഒന്ന് നോക്കിയടാ, ഞാൻ ഫുഡ് പറഞ്ഞിരുന്നു. ബാലൻസ് വേണ്ടോ? ആ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ಕೇಳೋರಿಲ್ಲ ನನ್ಗೆ ನಾನೇ ರಾಜನು 1 2 3 ವಿಷ್ಣುವರ್ಧನ. എന്താണ് ലൈറ്റ് ഒന്നും ഇടാതെ? അടിച്ചാലോ? വേണ്ട. വേണ്ടേ? ഇതെങ്ങനെ ഒറ്റക്കടിക്കാൻ അധികം?
വീട് ആരും ഇല്ലേ? ഇല്ല, എല്ലാവരും ജോലിക്ക് പോയി. ഇപ്പോഴാ കിട്ടിയേ? ഇപ്പോഴാ അയച്ചു. കേശവനെ വിളിച്ചപ്പോൾ നീ ഓഫീസിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി, വയ്യേ? ചെറിയ തലവേദന. പനിയുണ്ടോ? ഇല്ല. എന്നെ ശരിക്കും ഇഷ്ടമാണോ? ആധാർ കാർഡ് ഉണ്ടോ? എന്തിനാ? ഈ വീടിന്റെ വാടക ഷീട്ട് നിന്റെ പേരിലല്ലേ? ഇതെല്ലാം എന്തിനാ? അടുത്ത ആഴ്ച അമ്മ എൻ്റെ കല്യാണം തീരുമാനിക്കാൻ പോവാ സുധാകരേട്ടനുമായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന് മുമ്പ് കല്യാണം അയക്കണം. എനിക്കറിയായിരുന്നു നീ ഇതേ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. ഈ പെട്ടെന്ന് ഇങ്ങനെല്ലാം പറഞ്ഞാൽ വീട്ടിലറിയിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കും. വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും സന്തോഷമാവും. ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവനുണ്ടെങ്കിലല്ലേ കല്യാണം അയക്കാൻ പറ്റൂ. അതല്ലേ പറഞ്ഞേ. ഇപ്പോൾ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. നിനക്ക് പഠിക്കണ്ടേ? അയ്യടാ, കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ലേ? പഠിക്കുന്നു, സ്കോളർഷിപ്പ് മേടിക്കുന്നു, US പോകുന്നു, നീയും കൂടെ വരുന്നു. അയ്യോ 9 മണിയായി. ലേറ്റായ ബ്ലോക്ക് കിട്ടും. അവിടെ എത്തണ്ടേ? ഞാൻ ഷർട്ട് മാറ്റണ്ടേ? കുളിച്ചിട്ട് വരണേ, ഫോട്ടോ എടുക്കാനുള്ളതാ. ആ. ഇത് പിടിച്ചോ. അക്ക ഫോട്ടോസ്. ഹലോ, നീ ശരിക്കും ആലോചിച്ചിട്ടല്ലേ? പോണെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളണം, പിന്നെ പറ്റൂല. പോവാ. ഇവിടെ എന്താ? ഇത് മൊത്തത്തിൽ അത്യാവശ്യം ചെലവുള്ള പരിപാടിയല്ലേ? ചെലവിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയുടെ ആ റെസീറ്റ് എടുത്തില്ല. ഇരുന്നു. ആ യശോ പറയ്. അത് നീ തന്നെ അല്ലേ മതി. ആ 15-ാം തീയതി ഒരു പരിപാടി വെക്കാറ് ഇവിടെ വരാനുള്ളത്. എന്നാ പിടിച്ചോ. അതെ, ടാർജറ്റ് മീറ്റില്ലേ ജോലി പോവും. അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ജോലി കളയണ്ടട്ടാ.
ಆನಂದ್ ಬಾಲಕೃಷ್ಣನ್. ನೋಡಮ್ಮ, ನಿಮ್ಮಿಬ್ಬರು ಜಾತಿ ಕುಲ ಗೋತ್ರ ಯಾವುದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಏನು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಾಳೆ ಏನಾದರೂ ಪೊಲಿಟಿಕಲ್ಲು ಜಾತಿ ಗೀತಿ ಅಂತ ಹೇಳ್ಕೊಂಡು ಯಾರಾದರೂ ಬಂದರೆ ನಮ್ಗೆ ತುಂಬ ರಿಸ್ಕ್ ಆಗುತ್ತೆ. ಸೈನ್ ಮಾಡಿ. ആ സാറെന്താ പറഞ്ഞേ? അപ്പം നിനക്കൊന്നും മനസ്സിലായില്ലേ? പൊട കളിയാക്കാതെ. അതായത് നാട്ടിൽ നിന്ന് കച്ചണ്ട കാര്യം വന്നിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കാം. പോരെ? ആ തുളച്ചേട്ടാ, നന്ദു എന്തു പറ്റി? നന്ദു, കാര്യം എന്താന്ന് പറ. രണ്ടും പോയി. ഉണ്ണിയോടാ നിൽക്കാൻ പറ. നീ കട നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഒരു 5 മിനിറ്റ്. ഇവിടെ വണ്ടി എടുക്കടാ. അമ്മ ഞാൻ വരാം. എടുക്ക്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുവാ. ഓൻ്റെ അമ്മേൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശിവ. ഓൻ എനക്ക് സ്വന്തം മോനെ പോലെയാ. ആ കാര്യപ്പള്ളി ദിനേശ്, ഓൻ്റെ തല എൻ്റെ പിന്നിൽ. ഓൻ്റെ തല അമ്മക്കെടുക്കണം. മാഷ ആലോചിക്കാൻ നേരമില്ല. നമ്മളിടെ എന്തിനും റെഡിയാന്ന്. പിള്ളേർ കത്ത് നിൽക്കുമെന്ന്. ഇനി ഇതിങ്ങനെ വിടാൻ പറ്റൂല. വിട്ടാ ഇനിയും നമ്മുടെ പിള്ളേർ ചോര ഇവിടെ പോവും. പണി ഇന്ന് തന്നെ നടക്കും. പക്ഷേ മാഷ് ബേജാറാവണ്ട. എന്റെ ബൈക്ക് എവിടെയാ? 3 കൊണ്ടുപോയി ഫുഡും കുപ്പി മേടിക്കാനായിട്ട്. 7 നമ്പയാടാ 2.5 കിട്ടും. 1-2 ഏറ്റവും കൂടെ കയറണം. 3 റുപ്യ ഉദയനെടുത്ത് കൊടുക്കാൻ പറ. ബാക്കി എറണാകുളത്ത് കൊടുത്തോളാം അവരോട് പറ. ചാവി കൊടുക്കടാ. നീ കുറച്ചു നേരം ഇടിയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പാ. ഞാൻ ആനന്ദ്. അവിടേക്ക് അനങ്ങല്ല.
ഉണ്ണിയേട്ടാ നീ എന്തിനാ പേടുന്നത്? ഉപേന്ദ്രേട്ടൻ പോയി. പകരം കാരിപ്പള്ളി ദിനേശനായിരിക്കും അല്ലേ? ദിനേശൻ തീർന്നാൽ പിന്നെ അവരെ ചാൻസ് ഇടുന്ന ആരായിരിക്കും? അപ്പോൾ ജഗദീശന് ഈ കളി തീരാനായാലും ഉണ്ട് ചേട്ടാ. പ്ലീസ് കൊല്ലരുത്. ഓന് നന്ദു, നീ ഇത്ര ബേഡനായി പോയല്ലോ. ആണുങ്ങളിങ്ങനെ പറയല് നമ്മുടെ ഉപേന്ദ്രൻ കിടന്ന കിടപ്പ് നീ കണ്ടിട്ടാ? ഇല്ലല്ല, കഷ്ണങ്ങൾ ഭാരി കൂട്ടുകായിരുന്നു. ഓൻ പൊറുക്കും എന്നോട്. നീ ആണാണെന്നുണ്ടെ പോയി വെട്ട ആ ദിനേശൻ കാരിപ്പള്ളീനെ. ഉപേന്ദ്രേട്ടൻ ഒരു പാവത്താനേനും നിങ്ങളെ കൂടി ഉറ കൊല കൊടുത്തത്. കൊന്നാലും ചത്താലും അല്ല നിങ്ങൾക്ക് തന്നെ ലാഭം. ഉണ്ണിയേട്ടാ നോയിക്കോ, ഇനി നിങ്ങൾക്ക് ഒന്നാ ഞാൻ കണ്ടോണ്ടിരിക്കൂല. ഓലക്കാക്കല് നീ ഈടെ വന്നിട്ട് തെണ്ടിയാരിളക്കിട്ട് ജീവനോടെ നീ തിരിച്ചു പോവില്ല. കോയെന്ന് പറഞ്ഞ മരുമോനായി പോയി, അല്ലെങ്കിൽ അവൻ്റെ കൊട്ട് പറക്കേണ്ടി വരട്ടി. പോയിക്കോ, ആനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ നന്ദു, എന്തായി? ആ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വന്നിട്ടില്ല. എനിക്ക് നിൻ്റെ ദിനേശാൻ്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? അത്യാവശ്യമാണ്. ദിനേശ് ചേട്ടൻ്റെയോ? എന്തിനാ? അത് ഞാൻ പറയാം, എന്നോട് പിന്നെ പറയാം. ഒന്ന് പെട്ടെന്ന് അയക്കുവാ. ഓക്കെ. നീ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ നിന്നെ രാത്രിയിൽ വിളിക്കാമോ? ഹലോ ഹലോ, ഞാൻ ആനന്ദ്, ഐശ്വര്യൻ്റെ ഫ്രണ്ട്. ഐശ്വര്യൻ്റെ? ആ, മൈസൂർ പഠിക്കുന്ന നിങ്ങളെ കസിൻ ഇല്ലേ ഐശ്വര്യ? ഓ, അമ്മൂൻ്റെ. ആ, എനിക്ക് നിങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിൽ ആസ്പത്രിയിലാണ്, പിന്നെ കണ്ടാൽ മയ്യ. അല്ല, ഇപ്പം തന്നെ കാണണം, അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങളെവിടെയാ? ഞാൻ കീരിച്ചാലിനടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ ചെന്നൈത്ത് PHC-ലാണ്. വരികയാണെങ്കിൽ ഇപ്പം തന്നെ വരണം, ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ ഇപ്പം വരാം. മോളെ, പേടിക്കാനൊന്നുമില്ല. AKG ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് നല്ലത്. എന്നാൽ ഇനി താമസിക്കണ്ട. ശരി, കിടക്ക്. ദിനേശ് ചേട്ടാ, ഞാൻ ആനന്ദ്. നേരത്തെ വിളിച്ചിട്ടില്ലേ ഐശ്വര്യൻ്റെ? ആ, സഖാവ് ആംബുലൻസ് തായുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. ഇന്ന് നിങ്ങൾക്ക് ആരോ ഒരു അറ്റാക്ക് ഉണ്ടാവും. നിങ്ങൾ ഒറ്റക്കേടെയും പോറ്. നിങ്ങളാരാ? കാവിലേരിയിലെ PP ഗോവിന്ദൻ, എൻ്റെ അമ്മോന. ഇതെനിക്ക് നേരിട്ട് അറിയുന്ന ആര്യ. നിങ്ങളിതിപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇത് ചെയ്യൂല. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ആസ്പത്രി കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും. പേടിച്ചു വിളിച്ച നായനെ പോലെ ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ അന്തോസോടെ ചാവുന്നു. അവർ വരട്ടെ. ഇത് പേടിയുടെ പ്രശ്നമല്ലല്ലോ ദിനേശ് ചേട്ടാ. നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പം ലേറ്റായി. കാരുണ്യ ലോട്ടറി നാളത്തെ കാരുണ്യ ഒരു കാരുണ്യ ലോട്ടറി എടുക്കണ്ട. സഖാ മുമ്പിലേക്ക് വരിക്കോ, ഹർത്താലല്ലേ?